സൗഖ്യമാക്കുന്ന കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 41-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്ന് യേശു നമ്മോട് ചോദിക്കുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ആണെങ്കിൽ യേശു നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. വിശ്വാസത്തിന്റെ ചുവടുകൾ വയ്ക്കുവാൻ തയ്യാറാകുന്നവരുടെ ജീവിതത്തിൽ യേശു പുതുവഴികൾ തുറക്കും. അവനു വേണ്ടി ദൈവം എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കും. തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, അനുഗ്രഹത്തിന്റെ ജീവിതം നയിക്കുന്നതിൽ ആദം പരാജയപ്പെട്ടു. എന്നാൽ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തിലൂടെ അനുഗ്രഹത്തിന്റെ തുടക്കം ദൈവം ആരംഭിച്ചുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ദൈവം ഇന്നും നമ്മെ അനുഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തു ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? സ്നേഹമുള്ളവരെ, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും പരിഹസിച്ചാലും നിന്നെ ഉപേക്ഷിക്കാത്ത, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ടെന്ന് ഓർക്കുക. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് ശക്തിയുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവിടുന്ന് നിന്റെ വേദന കാണാതിരിക്കുമോ? തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. അവിടുന്ന് പറയുന്നു, ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അപ്പോൾ മറ്റെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. കർത്താവായ യേശുവേ, ഈ നിമിഷം കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും നന്ദി പറയുന്നു. ഇന്നലകളിൽ ഞങ്ങളുടെ ജീവിതം ഓർത്താൽ കർത്താവെ, അങ്ങ് കരുതിയതല്ലാതെ ഞങ്ങൾക്കായി ഒന്നുമില്ല. കർത്താവെ, അങ്ങ് തന്നതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് അന്നെന്നുള്ളതെല്ലാം തന്ന് പോറ്റുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തിന് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ അറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് സകലതും നൽകി അനുഗ്രഹിക്കുന്നു. കർത്താവെ, അത് തിരിച്ചറിയാതെ പോയ നാളുകളെ ഓർത്ത് അങ്ങയുടെ തിരുമുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. ആരാധനായ യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നുള്ളതെല്ലാം തന്നു പോറ്റും. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? യേശുവേ, ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായതിനാ. ഇന്നലകളിലെ ജീവിതമോർത്ത നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്ന ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെ പ്രതിയും കർത്താവെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേ മഹത്വപ്പെടുത്താതെ കർത്താവെ ഞങ്ങൾ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, അങ്ങ് ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങളെ പ്രതിയും ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾക്ക് കൂട്ടി വയ്ക്കാൻ അല്ല കർത്താവെ, അന്നെന്നുള്ളത് തന്നു പോറ്റുന്ന അങ്ങയുടെ വലിയ കൃപയ്ക്ക് ഈശോയെ ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓ എൻ്റെ യേശുവേ, അങ്ങയുടെ നാമം എന്നും ഉയരട്ടെ. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോ കരുണയുള്ളവൻ. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? ഉയർത്താതെ ഞാൻ എങ്ങനെ നടക്കും? എങ്ങനെ ഞാൻ നടക്കും?
യേശുവേ. ആരിലും ഉന്നതനായതിനാ ഇന്നലകളിലെ കർത്താവേ, ജീവിതമോർത്ത് അങ്ങയുടെ കരുതലല്ലാതെ ഒന്നുമില്ല ഈശോയെ. അതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനൊന്നുമില്ല കർത്താവേ. അങ്ങ് തന്നത് അന്നുള്ളതാണ് കർത്താവ്. അങ്ങേക്ക് നന്ദി ഈശോയെ. ഉള്ളതെല്ലാം തന്നു കുറ്റുന്നു. ഓ എന്റെ യേശുവേ, ഞങ്ങൾക്ക് അങ്ങ് അനുഗ്രഹിച്ചു തരുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ കർത്താവേ അങ്ങേ മഹത്വപ്പെടുത്തുന്ന ഈശോയെ. കർത്താവേ, 10 കുഷ്ഠരോഗികളിൽ ഒരുവനെ പോലെ കർത്താവ് തിരിച്ചു വന്ന് അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ. അങ്ങേ ഉയർത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. അങ്ങേ മഹത്വപ്പെടുത്താതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. അങ്ങയുടെ നാമത്തിന് മഹത്വം കർത്താവേ. കാരണം അവിടുന്ന് ആരിലും ഉന്നതനായവൻ കർത്താവേ. അങ്ങ് ആരിലും വലിയവൻ ഈശോയെ. അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. ഇനിയും അങ്ങയുടെ നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണിതനായി മാറിപ്പോകല്ലേ മർത്യശരീരം, എൻ കാന്തൻ വരവ് ഏറ്റമടുത്തു. ഞാനൊരുങ്ങിടുമേ വിശ്വസ്തനായി, അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ ഓ എന്റെ യേശുവേ, അങ്ങേ ഉയർത്താതെ ഞാൻ എങ്ങനെ നടക്കും കർത്താവേ. ആരാധനെ അങ്ങേ സ്തുതിക്കും. ആമേൻ കർത്താവേ. അവിടെ ആരിലും ഉന്നതനായ ദൈവമാകും ഈശോയെ. ഇന്നലകളിലെ ജീവിതമോർത്ത ഓ എന്റെ യേശുവേ, കരുതലെല്ലാം അതൊന്നുമേ കർത്താവേ അങ്ങേക്ക് നന്ദി പറയുന്ന വെപ്പാനോ ഒന്നുമേ കർത്താവേ, അങ്ങ് ഞങ്ങളെ വഴി നടത്തുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. ഓ എന്റെ യേശുവേ നന്ദി. ഇന്ന് ദൈവം നിങ്ങളുടെ ജീവിതങ്ങളിൽ ആശ്വാസമായി കടന്നു വരട്ടെ എന്നും അതുവഴി ദൈവത്തിന്റെ കൃപയ്ക്ക് നിങ്ങൾ പാത്രമാകട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.